ഹായ് ഗായ്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബ്യൂട്ടി ലോഞ്ച്. എൻ്റെ പേര് ആക്മി. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചുവന്നുള്ളി കൊണ്ട് നമ്മുടെ താരൻ എങ്ങനെ നമുക്ക് മാറ്റാം എന്നാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ചുവന്നുള്ളിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാളയാണെങ്കിലും എടുക്കാം കേട്ടോ. ഏതായാലും നല്ലതാണ്, പക്ഷേ ചുവന്നുള്ളിയാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ചുവന്നുള്ളി എടുത്തിട്ട് ഞാൻ ഇതേപോലെ മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ ഒരു അരിപ്പയിൽ ഇങ്ങനെ ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നീര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ തലോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ചുവന്നുള്ളിയുടെ നീര് നമുക്ക് തലോട്ടിയിൽ ഏറ്റവും നല്ലതാണ്. കാരണം നന്നായിട്ട് താരൻ പോകാനായിട്ട് ഇത് സഹായിക്കും. അതേപോലെ തന്നെ മുടി നന്നായി തഴച്ച് വളരാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ മുടി നന്നായിട്ട് ചീകിയിട്ട് നടുക്കുന്ന വകച്ചിലിടുകയാണ്. അപ്പോൾ വകച്ചിലിട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങും മിസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലായിടത്തും തന്നെ പുരട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വകച്ചിലിട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു സർക്കുലർ മോഷനിൽ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് പുരട്ടുമ്പോഴേക്കും എല്ലായിടത്തും ആവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ചുവന്നുള്ളിയുടെ നീര് നമ്മൾ ആഴ്ചയിൽ 2 വട്ടമെങ്കിലും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നല്ല റിസൾട്ട് കിട്ടും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഈ ചുവന്നുള്ളിയുടെ സ്മെല്ല് നമുക്ക് ചിലർക്ക് ഇഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷാമ്പൂ ചെയ്ത് കളയുന്നതാണ് നല്ലത്. കാരണം കുറച്ച് സ്മെല്ല് നിങ്ങൾക്കറിയാമല്ലോ, ചുവന്നുള്ളിയല്ലേ, അപ്പോൾ അതിൻ്റെ സ്മെല്ല് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഷാമ്പൂ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പോകും. അങ്ങനെ നമ്മളപ്പോൾ ആഴ്ചയിൽ 2 വട്ടം മാക്സിമം നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ എൻ്റെ തലോട്ടിയിൽ മൊത്തം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു സർക്കുലർ മോഷനിലാണ് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളുടെ ഹെയറിനൊക്കെ ഏറ്റവും നല്ലതാണ് ഇങ്ങനെ മസാജ് ചെയ്യുന്നത്. നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഹെയർ താഴോട്ട് ഇട്ടിട്ടും മസാജ് ചെയ്യുക. ഇപ്പോൾ എനിക്ക് ക്യാമറയുടെ മുന്നിലായതുകൊണ്ട് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. അപ്പം മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു 1 അവറോളം ഇങ്ങനെ തന്നെ വെക്കാറാണ് പതിവ്. എന്നിട്ട് കഴുകിക്കളയും നോർമൽ വാട്ടറിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി. ബൈ.